ഗായ്സ്, ഇന്നത്തെ ഇതൊരു സ്പെഷ്യൽ സ്കൂൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഞാൻ ഹോസ്റ്റ് ചെയ്ത ഡേനെ പറ്റിയിട്ടാട്ടോ. ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞ് എൻ്റെ സ്കൂൾ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും ക്ലാസ് ടോപ്പർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. സത്യം പറയാലോ, ഞാൻ വെറും ഒരു മിനിമം ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു. പല രീതിയിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഞാൻ മെയിൻ ആണെങ്കിൽ പോലും പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പാസ്സായാൽ മാത്രം എന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നെപ്പോലെ ഞാനും എന്നെപ്പോലെ ഈ ഒരു സെയിം മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരെയൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിൽ സ്റ്റഡി ലീവിനും എക്സാമിൻ്റെ തലേ ദിവസം രാത്രിയും എക്സാം ഹോളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ വരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കക്ഷിയാണ് ഈ കക്ഷിയുടെ സ്കൂളിലാണ് ഞാൻ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷന് ഹോസ്റ്റ് ചെയ്യാൻ പോയത്. ഇവൾ ഞങ്ങളെ പണ്ട് പഠിപ്പിക്കുമ്പോഴും ഇവൾ വീട്ടിൽ വിളിച്ച് വരുത്തി നമ്മളെ ഫുഡൊക്കെ തന്ന് തല്ലി പഠിപ്പിക്കണം. തല്ലും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ തല്ലി പഠിപ്പിക്കുന്ന ഒരു ആളായിരുന്നു ഇയാൾ. ഈ ആൾ നമുക്ക് എന്തായാലും അറിയാമായിരുന്നു ഇവൾ എന്തായാലും ഫ്യൂച്ചറിലൊരു ടീച്ചർ ആവും എന്നുള്ളത്. സോ ഇന്ന് റിയാലിറ്റിയിൽ ഞാൻ ഇന്ന് ഇയാളെ ഇന്നൊരു ടീച്ചറായിട്ട് കാണുമ്പോഴത്തേക്കും ഐ ഫീൽ സോ പ്രൗഡ് ആൻഡ് സോ ഹാപ്പി ഫോർ ഹെർ. സോ അവളുടെ സ്കൂളിൽ ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ പോയിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവളുടെ കൂടെയുള്ള എല്ലാ ടീച്ചേഴ്സും ആയാലും സ്റ്റുഡൻസ് ആയാലും സ്റ്റുഡൻസിൻ്റെ പാരൻസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തത് മൊത്തം. സോ നമ്മൾ ഈ സ്കൂൾ ഫ്രണ്ട്സിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എത്ര നാൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെയിം ബോണ്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പറയില്ലേ. എൻ്റെ ഒരുമിക്ക ഫ്രണ്ട്സിൻ്റെ അടുത്തും എനിക്ക് ഈ ഒരു സെയിം ഫീൽ തന്നെ കേട്ടോ കിട്ടുന്നത്. ഞാൻ ഇവളെ കണ്ടിട്ട് ഏകദേശം 1 year ആവാനായി. ഇതുപോലത്തെ തന്നെ ഇവളുടെ ഈ സ്കൂളിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോഗ്രാമിന് വേണ്ടി കണ്ടപ്പോഴാണ് ഞാൻ ഇവളെ ലാസ്റ്റ് കണ്ടത്. പക്ഷേ സ്റ്റിൽ ദാറ്റ് ആ ഒരു ബോണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നതിൽ എനിക്കെന്തോ അതൊരു ഭയങ്കര ഒരു മിറാക്കിളായിട്ടാട്ടോ തോന്നുന്നത്. ബിക്കോസ് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ആരുടെയായിട്ടും അങ്ങനെ കണക്ഷൻ കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. കാണുമ്പോൾ ബളബളബളാ സംസാരിക്കുമെങ്കിലും ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഒരാളായിട്ട് കീപ്പ് ഇൻ ടച്ച് വെക്കുന്ന ഒരു സ്വഭാവമല്ല. അതെൻ്റെ ബാഡ് ഹാബിറ്റാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എനിക്കങ്ങനെ വിളിച്ചോ കോണ്ടാക്ട് ചെയ്തോ അങ്ങനെ മെസ്സേജ് അയച്ചോ ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇന്ന് ഇവളെ കാണുമ്പോഴത്തേക്കും സെയിം ബോണ്ടിൽ സംസാരിക്കുമ്പോൾ എനിക്ക് അത്ര ഭയങ്കര സന്തോഷമായിട്ടാണ് തോന്നുന്നത്. ഇതാണ് അവളുടെ അമ്മ. നല്ല അസല് പാട്ടുകാരിയാണ്. ആളുടെ വകയും പാട്ടുകളുണ്ടായിരുന്നു. നല്ല നല്ല പ്രോഗ്രാംസ് ഒരുപാടുണ്ടായിരുന്നു. തമ്മനത്ത് വാവ് കിഡ്സ് എന്നാട്ടോ ഈ ഒരു പ്രീ സ്കൂളിൻ്റെ പേര്. സോ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.